Hi guys, welcome to another video. ഇന്ന് ഞാൻ സമ്മർ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റിന് പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ട് വന്നേ. ഈ ക്ലൈമറ്റിനെ പറ്റിയെന്ന് പറയാൻ കാരണം സമ്മറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിന്ന് ഡള്ളായും തോന്നുക, സ്കിന്ന് ഓയിലി ആയും തോന്നുക, പിന്നെ സൺ ടാൻ പ്രോബ്ലംസും ഏറ്റവും കൂടുതൽ ഉണ്ടായത് സമ്മറിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലംസിനെല്ലാം ഉള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഫേസ് പാക്ക്. നമ്മൾ വീട്ടിൽ കിച്ചണിൽ ഉണ്ടാകുന്ന 2-3 സാധനങ്ങൾ മാത്രം മതി ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു സ്കിൻ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് സ്കിൻ കെയർ ടിപ്സ് മാത്രമാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു എലവേറ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടുന്നതിൽ കുറേ ആൾക്കാർ എന്നോട് ആക്നെ പ്രോബ്ലംസ്, പിമ്പിൾ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്കിൻ അങ്ങനെ ആക്നെ ബ്രൗൺ സ്കിൻ അല്ലെങ്കിൽ പിമ്പിൾസ് ഉണ്ടാകുന്ന സ്കിന്നേ അല്ല. അങ്ങനെ ഭയങ്കര റെയറാണ് എനിക്ക് പിമ്പിൾസ് വരൽ. അതുകൊണ്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻ എനിക്ക് ചെയ്തിട്ട് റിസൾട്ട് ഉള്ള എന്തെങ്കിലും പറഞ്ഞുതരാന്നല്ലാണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനുള്ള റിപ്ലൈസ് ഒന്നും തരാത്തതെന്ന് വിചാരിക്കല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വീട്ടിൽ കൈ ഉണ്ടാക്കുന്ന പച്ചപ്പരില്ലേ, ഗ്രീൻ ഗ്രാം, പഴയ കാലം മുതൽ തന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചെറുപയർ എന്നുള്ളത്. സ്കിന്നിനെ വെളുക്കാനും ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാനും സോഫ്റ്റ് ആക്കാനും എല്ലാത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരു കൈയിൻ്റെ കണക്കിൽ 2 കൈയിൻ്റെ കണക്കിലാണ് പയറെടുക്കുന്നത്. ഇത് ഒരു ടൈം യൂസ് ചെയ്യാനുള്ളതായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് നാളത്തേക്ക് സേവ് ചെയ്ത് വെക്കേണ്ട പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തിന്നാനുണ്ടാക്കുമ്പോൾ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളും എപ്പോഴും ക്ലീൻ ആക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെറുപയർ ഒരു 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ ഇട്ടിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കുക. അതും അല്ലെങ്കിൽ കുറച്ച് ടൈം വെച്ച് ഉണക്കിയെടുത്താലും മതി. ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇനി നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് ഒരു മിക്സർ ജാർ എടുക്കുക. ഇതെപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന് മുന്നേ മുളകരച്ചൊന്നും ആയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് ക്ലീൻ അല്ലെങ്കിൽ തുടച്ചെടുത്താൽ മതി. ഈ കഴുകി വെച്ച് ഈ ചെറുപയർ ഈ മിക്സർ ജാറിലിട്ടിട്ട് നല്ലോണം പൗഡറാക്കി എടുക്കുക. അതിന് മുന്നേ നമുക്ക് ഒരു സാധനവും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 സ്പൂണ് ഓട്സാണ് ആഡ് ചെയ്യുന്നത്. ഇത് റോൾഡ് ഓട്സാണ്. നിങ്ങൾക്ക് ഏത് ഓട്സാണ് അവൈലബിൾ അത് ആഡ് ചെയ്യാം. ഓട്സിനും സ്കിന്നിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം പൊടിച്ച് ഒരു നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കാം. ഞാൻ നല്ല പൊടിയായിട്ടാണ് എടുക്കൽ. ഇല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് ഇടുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ശരിയാത്ത പോലെ തോന്നും. അതുകൊണ്ട് നല്ല പൗഡറാക്കി എടുക്കണം. ഇനി ഈ പൗഡറാക്കി എടുത്ത് കഴിഞ്ഞാൽ ഞാനൊരു ബോട്ടിലിലേക്ക് മാറ്റി. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് ബാക്കി ഉണ്ടായതാണ്. അതിലേക്ക് തന്നെ ഇപ്പോൾ പൊടിച്ച പൊടിയും കൂടി അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലേക്കോ ബോട്ടിലിലേക്കോ ഇതാക്കി അതിലൊരു സ്പൂണും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടി എളുപ്പമുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അതിലൊരു സ്പൂണും ഇട്ട് കൊടുത്ത് ഇന്നൊരു ബോട്ടിലാക്കി വെക്കുക ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫേസ് പാക്കിന് വേണ്ട മെയിൻ ഐറ്റം റെഡിയായി. ഇത് നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് ഒരു പ്രാവശ്യമുള്ള ഫേസ് പാക്ക് ആക്കുന്നത് കാണിക്കാം. അതിൽ വേറെ എന്താ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് ഇനി കാണിക്കാം. 1 സ്പൂണോ 1.5 സ്പൂണോ ചെറുപയർ പൊടിയിലേക്ക് 1 സ്പൂൺ യോഗട്ട് എന്നുള്ള കണക്കിൽ ഒരു ഫേസ് പാക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഫേസ് അല്ലെങ്കിൽ എത്രയാണ് വേണ്ടതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കും. ഈ ഒരു കണക്കിൽ അത്യാവശ്യം ഒരു പ്രാവശ്യം തേക്കേണ്ട പേസ്റ്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഫേസ് പാക്ക് നമുക്ക് കിട്ടും. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഈ പേസ്റ്റ്
വാഷ് ചെയ്ത് ഉണക്കിയ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കത് വെച്ച് കുറച്ച് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നോർമൽ വാട്ടറിൽ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് അത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ഫേസ് പാക്ക്. സിമ്പിൾ ഫേസ് പാക്കാണ്. ഞാനിതൊരു ആഴ്ചയിൽ 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ നോക്കും. അടുപ്പിച്ച് 2-3 ദിവസം ചെയ്താൽ നല്ല റിസൾട്ട് കാണുന്ന പോലെ തോന്നും. പിന്നെ ഇത് സ്കിന്നിൻ്റെ കളർ ലൈറ്റൻ ആക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇത് ചെയ്താലുള്ള സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് ആണ്. സ്കിന്ന് ശരിക്കും സ്മൂത്തും സോഫ്റ്റും ആക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ലേഡീസിന് ഉണ്ടാകുന്ന കഴുത്തിന് ചുറ്റും ചില ആൾക്കാർക്ക് നല്ല കറുപ്പ് കളർ വരും. അത് മാറി കിട്ടാനും ഈ യോഗട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ ചെറുപയർ ഫേസ് പാക്ക് നല്ലതാണ്, ശരിക്കും മാറ്റമുണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ യോഗട്ടിന് പകരം വേണമെങ്കിൽ 1 സ്പൂണ് പാല് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ തക്കാളിൻ്റെ ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസും തക്കാളി പിഴിഞ്ഞിട്ട് കിട്ടുന്ന ജ്യൂസ് ഇല്ലേ, ആ ജ്യൂസും ഈ യോഗട്ടിന് പകരം ഈ ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി ഈ യോഗട്ടോ പാലോ അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസോ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ വെള്ളത്തിലൊരു പേസ്റ്റ് ആക്കിയിട്ട് ഫേസ് വാഷ് പോലെയോ സ്ക്രബ് പോലെയോ നമ്മൾ ഡെയിലി സ്കിൻ കെയറിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ്. അപ്പോൾ ഈ സിമ്പിൾ ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you in another video. Till then, bye bye and take care.